കാസർഗോഡ് കുമ്പള അരിക്കാടിയിൽ ദേശീയപാതയിൽ ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ വൻ പ്രതിഷേധം. മഞ്ചേശ്വരം എംഎൽഎ AK അഷ്റഫ് ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റാണ് ഉണ്ടായത്. അറസ്റ്റിന് പിന്നാലെ ദേശീയപാത അതോറിറ്റി ടോൾ പിരിവ് ആരംഭിച്ചു. അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് AK അഷ്റഫ് പറഞ്ഞു. ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഒരു കാരണവശാലും പിന്മാറുന്നില്ല. അതിശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ഈ ഒരു ജനകീയ ഇഷ്യൂ മാറി നിൽക്കുന്ന BJP അടക്കമുള്ള ആളുകളുടെ അവരുടെ മുഖം ഞങ്ങൾ പിച്ചു ചീന്തി സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കും. അതോടൊപ്പം ഏറ്റവും കൃത്യമായി നാളെ രാവിലെ 9:30 മണിക്ക് ആ നിയോജക മണ്ഡലത്തിന്റെ MLA എന്ന നിലക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലക്ക് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ തുടക്കം മുതൽ മുന്നിൽ നിന്ന ഒരാളെന്ന നിലക്ക് ഞാൻ അനിശ്ചിതകാലം ആ ടോളിന്റെ തൊട്ടടുത്ത് സമരം നയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഷഫീഖ് നസ്രുള്ള ചേരുന്നു. ഷഫീഖ്, എങ്ങനെ പ്രതിഷേധിക്കുമെന്നാണ് പറയുന്നത്? എന്താണ് പോലീസിന് നടപടി? ഷഫീഖ്, കേൾക്കാമോ? അരിക്കാടിയിൽ ടോൾ പിരിവ് ആരംഭിച്ചതിൽ AK അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെയും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് AK അഷ്റഫ് ശക്തമായ സമരം ആഹ്വാനം ചെയ്തത്. ശക്തമായ സമരം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുണ്ടാവും. നാളെ മുതൽ തന്നെ അനിശ്ചിതകാല നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരത്തിലേക്കാണ് പോകുന്നത്. ഈ ആക്ഷൻ കമ്മിറ്റി നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു. കോടതിയിൽ ഈ വിഷയം പരിഗണനയിലാണുള്ളത്. കോടതി തീർപ്പാക്കുന്നതിന് മുൻപ് തന്നെ ദേശീയപാത അതോറിറ്റി അവിടെ ടോൾ പിരിക്കാൻ ആരംഭിച്ചതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ 60 കിലോമീറ്റർ പരിധി എന്ന വ്യവസ്ഥ ലംഘിച്ചാണ് 20 കിലോമീറ്ററിനുള്ളിൽ 2 ടോൾ പ്ലാസകൾ കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിൽ തലപ്പാടിയിലും അതിന്റെ തൊട്ടടുത്ത് 20 കിലോമീറ്റർ ഇപ്പുറത്ത് ആരിക്കാടിയിലും സ്ഥാപിക്കുന്നത്. ഈ ആരിക്കാടിയിൽ സ്ഥാപിച്ച ടോൾ ഗേറ്റിനെതിരെയാണ് വലിയ ശക്തമായ സമരം ഉണ്ടായിരിക്കുന്നത്. AK അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള നേതാക്കളെ രാവിലെ വലിയ പോലീസ് സന്നാഹം ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തിരുന്നു. AK അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള ആളുകളെ കാസർഗോഡ് DYSPയുടെ ഓഫീസിലും അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ കുമ്പള പോലീസ് സ്റ്റേഷനിലുമാണ് കസ്റ്റഡിയിലെടുത്തതിനു ശേഷം പിന്നീട് വിട്ടയച്ചപ്പോൾ AK അഷ്റഫ് MLA നാളെ മുതൽ വലിയ സ്വഭാവത്തിലുള്ള ജനകീയ സമരം നടത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJP ഒഴികെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെയും ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പിന്നാലെയുണ്ട്. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ പരിസരത്തുള്ള ആളുകൾ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കടക്കം മംഗളൂരുവിനെയാണ് ആശ്രയിക്കാറുള്ളത്. ഈ 20 കിലോമീറ്ററിനകത്ത് തന്നെ 2 ടോൾ പ്ലാസകൾ വരികയാണെങ്കിൽ വലിയ സാമ്പത്തിക ചെലവ് ഇവിടെയുള്ള സാധാരണക്കാർക്കുണ്ടാവും. അവർ വിദ്യാഭ്യാസത്തിനും അതുപോലെ ചികിത്സക്കും മറ്റാവശ്യങ്ങൾക്കൊക്കെ മംഗളൂരുവിനെയാണ് ആശ്രയിക്കാറുള്ളത്. അവിടെ ഈ ദേശീയപാതയുടെ വ്യവസ്ഥയിൽപ്പെടാതെ 50 കിലോമീറ്ററിനകത്ത് തന്നെ 2 ടോൾ പ്ലാസകൾ വരുന്നതിനെതിരെയാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ ഒരു സമരം ഭാഗത്ത് നടക്കുന്നത്. ശരി.